ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വാല്യുവേഷനുള്ളൊരു കമ്പനി. മരണത്തിൽ നിന്നും അത് വെറും 90 ദിവസങ്ങൾ മാത്രം അകലെയായിരുന്നു. ഒരു തവണയല്ല, പലതവണ. സ്വന്തം സ്ഥാപകൻ തന്നെ അതിനെ ഏതാണ്ട് ഇല്ലാതാക്കിയിരുന്നു. പിന്നെ അയാൾ ഇല്ലാതെയും അത് തകരാൻ തുടങ്ങി. തങ്ങളുടെ ഏറ്റവും മികച്ച ആശയങ്ങൾ എതിരാളികൾ കോപ്പിയടിക്കുന്നതും അങ്ങനെ ആ ശത്രുക്കൾ പത്തിരട്ടി വളരുന്നതും ഒക്കെ തന്നെ ഈ കമ്പനി നോക്കി നിന്നിട്ടുണ്ട്. അത് പാപ്പരാകുന്നത് എത്രത്തോളം ആയിരുന്നു എന്ന് ചോദിച്ചാൽ, സ്വന്തം ജീവൻ നിലനിർത്താൻ അവരുടെ ഏറ്റവും പഴയ ശത്രുവിന് അവരൊരു ചെക്ക് വരെ എഴുതി കൊടുക്കേണ്ടി വന്നു. എന്നിട്ടും മരിച്ചു പോകേണ്ടിയിരുന്ന ഓരോ തവണയും അവർക്കത് സംഭവിച്ചില്ല. അതാണ് ആപ്പിളിൻ്റെ യഥാർത്ഥ സ്റ്റോറി. വെറുതെ നല്ല ഫോണുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി എന്നതല്ല. ഏകദേശം 50 വർഷമായിട്ട് വീണ്ടും വീണ്ടും സ്വന്തം ശവക്കുഴിയിലേക്ക് നോക്കുകയും ഓരോ തവണയും അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ തിരികെ കയറി വരികയും ചെയ്ത ഒരു കമ്പനിയുടെ കഥയാണിത്. അതുകൊണ്ട് ആപ്പിൾ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എന്നതിലല്ല ഞാനിന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അത് ചെറിയൊരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇതിനെല്ലാം ഉത്തരം നൽകുന്ന ആ വലിയ ചോദ്യം ഇതാണ്: വീണ്ടും വീണ്ടും തകർന്നു പോകേണ്ടിയിരുന്ന സമയത്തും ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി എങ്ങനെ സർവൈവ് ചെയ്തു? ഇതിനുള്ള ഉത്തരം കണ്ടെത്തിയാൽ നിങ്ങൾ ആപ്പിളിനെ മാത്രമല്ല മനസ്സിലാക്കുന്നത്, അതിജീവനം എന്നതിനെക്കുറിച്ച് തന്നെയുള്ള വലിയൊരു പാഠമാണ്. അത് കമ്പനികളെക്കുറിച്ചാകാം, നിങ്ങളുടെ കരിയറിനെ കുറിച്ചാകാം, നമ്മളെക്കുറിച്ച് തന്നെയാകാം. 1976 കാലിഫോർണിയയിലെ ഒരു ഗരേജിൽ തുടങ്ങി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന AI വിപ്ലവത്തിൻ്റെ യുദ്ധം വരെയാണ് ആപ്പിൾ എത്തി നിൽക്കുന്നത്. കാലിഫോർണിയയിൽ സ്റ്റീവ് എന്നു പേരുള്ള 2 ചെറുപ്പക്കാരുണ്ട്. പക്ഷേ അവർ ഒരേ സ്വഭാവമുള്ളവരായിരുന്നില്ല. ആ വ്യത്യാസമായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. സ്റ്റീവ് വോസ്നിയാക്ക് എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറാണ്. ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം ജനിക്കുന്ന ഒരു യഥാർത്ഥ ഹാർഡ്വെയർ പ്രതിഭയാണ് അദ്ദേഹം. ഒരു മെഷീനിലേക്ക് നോക്കിയാൽ മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിൻ്റെ പകുതി ഭാഗങ്ങൾ വെച്ച് അതെങ്ങനെ വീണ്ടും നിർമ്മിക്കാമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു ബ്രെയിൻ അദ്ദേഹത്തിനുണ്ട്. വോസ്നിയാക്കിന് പണമോ പ്രശസ്തിയോ ഒന്നും ആവശ്യമില്ല. മനോഹരമായിട്ടുള്ള മെഷീനുകൾ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. സത്യത്തിൽ തൻ്റെ ഡിസൈനുകൾ വെറുതെ മറ്റുള്ളവർക്ക് കൊടുക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. സ്വന്തമായി ഡിസൈൻ ചെയ്ത കമ്പ്യൂട്ടർ അദ്ദേഹം താൻ ജോലി ചെയ്തിരുന്ന ഹ്യൂലറ്റ് പക്കാർഡിന് നൽകാൻ ശ്രമിച്ചു. എന്നാൽ 5 തവണ അവർ അത് നിരസിച്ചു. എങ്ങനെയാണ് പറയപ്പെടുന്നത്, സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്നത് മറ്റൊരു പ്രകൃതക്കാരനാണ്. മികച്ച എഞ്ചിനീയറൊന്നും ആയിരുന്നില്ല, മറിച്ച് വിശ്വസിക്കാൻ കഴിയുന്ന മികച്ചൊരു വ്യക്തിയായിരുന്നു. ജോബ് വോസ്നിയാക്കിൻ്റെ സർക്യൂട്ട് ബോർഡിലേക്ക് നോക്കിയപ്പോൾ അതൊരു വിനോദമായിട്ടല്ല കണ്ടത്, ഒരു പ്രോജക്റ്റായിട്ട് അദ്ദേഹം കണ്ടു. അതൊരു കമ്പനിയായിട്ട് അദ്ദേഹം മനസ്സിൽ കാണാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ സാധാരണക്കാരുടെ വീടുകളിൽ കമ്പ്യൂട്ടർ വരുന്ന ആ ഒരു ഭാവി അദ്ദേഹം അപ്പോൾ സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. പക്ഷേ വർഷം 1976 ആ സമയത്ത് ഇത് കേൾക്കുമ്പോൾ ഒരു ഭ്രാന്തൻ ആശയമായിട്ട് തോന്നും. ബാങ്കുകൾ അവർക്ക് പണം കൊടുക്കാൻ തയ്യാറായില്ല. കാരണം സാധാരണക്കാർക്കൊരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു തെറ്റായ ധാരണയാണ്, അല്ലെങ്കിൽ അസംബന്ധമാണെന്ന് അവർക്ക് തോന്നി. ഇതാണ് ആദ്യത്തെ പാഠം. അത് കഥയിലുടനീളം ആവർത്തിക്കുന്നുണ്ട്. വോസ്നിയാക്കിന് ഭാവി നിർമ്മിക്കാൻ കഴിഞ്ഞേക്കും, എന്നാൽ ജോബ്സിന് അത് വിൽക്കാൻ പറ്റി. വിൽക്കാൻ അറിയാവുന്ന ശുഭാപ്തി വിശ്വാസമുള്ള ഒരു വ്യക്തി ഇല്ലാത്ത പക്ഷം ഒരു സാധനം മാത്രം നിർമ്മിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും എങ്ങും എത്താൻ പറ്റില്ല. അവരുടെ കഴിവ് ഇരുട്ടിൽ അവസാനിക്കുകയാണ് പതിവ്. അങ്ങനെ തീർത്തും വ്യത്യസ്തരായ ഈ 2 മനുഷ്യർ പരസ്പരം കണ്ടെത്തിയത് കൊണ്ടാണ് ആപ്പിൾ ഉണ്ടായത് എന്ന് പറയാം. അവരുടെ ആദ്യത്തെ ബാച്ച് നിർമ്മിക്കാനുള്ള പണം കണ്ടെത്താനായിട്ട് സ്റ്റീവ് ജോബ്സ് തൻ്റെ വോക്സ് വാഗൺ വാനും വോസ്നിയാക്ക് തൻ്റെ പ്രോഗ്രാമബിൾ കാൽക്കുലേറ്ററും വിൽക്കുകയുണ്ടായി. അതായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വാല്യുവേഷനുള്ളൊരു സ്റ്റാർട്ടപ്പിൻ്റെ ഫസ്റ്റ് ക്യാപിറ്റൽ. ഒരു വാനും ഒരു കാൽക്കുലേറ്ററും. 1976 ഏപ്രിൽ 1 ആപ്പിൾ സ്ഥാപിതമായി. യഥാർത്ഥത്തിൽ 3 പേര് ചേർന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ആരും അധികം കേട്ടിട്ടില്ലാത്ത, ഓർക്കാത്ത 3ാമത്തെ സ്ഥാപകനാണ് റൊണാൾഡ് വെയ്ൻ. ആഴ്ചകൾക്കുള്ളിൽ തന്നെ പേടി തോന്നി തൻ്റെ 10% ഷെയറുകൾ $800 അവർ ഇവർക്ക് 2 പേർക്കും തിരിച്ചു കൊടുത്തു. ആ 10%-ന് പിന്നീട് കോടികളുടെ മൂല്യം ഉണ്ടായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ബിസിനസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വാല്യുവേഷനുള്ള ഒരു കാര്യത്തെയാണ് അവർ പേടിച്ചത്. വെയിനിന് സുരക്ഷിതത്വം വേണമായിരുന്നു, പക്ഷെ അതോടുകൂടി നഷ്ടപ്പെട്ടത് എല്ലാമാണ്. അവരുടെ ആദ്യത്തെ ഉൽപ്പന്നം എന്ന് പറയുന്നതാണ് ആപ്പിൾ 1. 1976 ജൂലൈയിൽ അത് വിൽപ്പനയ്ക്കെത്തി. തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രൈസ് ആയിരുന്നു അതിനുണ്ടായിരുന്നത്. ഏകദേശം $666 66 അതൊരു കമ്പ്യൂട്ടർ പോലും അല്ല, വെറും ഒരു സർക്യൂട്ട് ബോർഡാണ്. കീബോർഡില്ല, സ്ക്രീനില്ല, പുറത്തൊരു കവറില്ല. ഏകദേശം 200 എണ്ണം അവർ വിറ്റു. എന്നാൽ പിന്നീട് ലോകം മാറ്റിയൊരു മെഷീൻ വന്നു. 1977 ആപ്പിൾ 2. ഇവിടെയാണ് ആദ്യമായി ജോബ്സിൻ്റെ കയ്യൊപ്പ് നമ്മൾ കാണുന്നത്. ആപ്പിൾ 2 വെറുതെ ഒരു പവർഫുൾ മെഷീനാണെന്ന് പറയാൻ പറ്റില്ല. മിനുസമാർന്ന പ്ലാസ്റ്റിക് കേസിലാണ് അത് വന്നത്. അതിൽ കളർ ഗ്രാഫിക്സ് ഉണ്ടായിരുന്നു. ഒരു സയൻസ് പ്രോജക്റ്റ് എന്നതിലുപരി വീട്ടിൽ വയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം. സാധാരണക്കാർക്ക് കണ്ടാൽ വാങ്ങാൻ തോന്നുന്ന ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ആയിരുന്നു എന്നതായിരുന്നു അതിൻ്റെ പ്രത്യേകത. അങ്ങനെ പറയാം.
കണക്കുകൾ തന്നെ കഥ പറയും. ആപ്പിളിൻ്റെ വിൽപ്പന 1978 $8 ദശലക്ഷം നിന്നും 1980 ആയപ്പോൾ $117 ദശലക്ഷം എത്തി. വെറും 2 വർഷം കൊണ്ടാണ്. പക്ഷേ ആപ്പിൾ 2 ഇത്ര വലിയൊരു വിജയമാകാനുള്ള യഥാർത്ഥ കാരണം അതിൻ്റെ ഹാർഡ്വെയർ അല്ല, അതൊരു സോഫ്റ്റ്വെയർ ആയിരുന്നു. അതിൻ്റെ പേരാണ് വിസികാൽക്ക്. ലോകത്തിലെ ആദ്യത്തെ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമായിരുന്നു അത്. ഇന്നത്തെ എക്സലിൻ്റെയൊക്കെ മുത്തച്ഛനാണെന്ന് പറയാം. അതുവരെ കമ്പ്യൂട്ടറുകളെ വെറും കളിപ്പാട്ടങ്ങളായിട്ടാണ് ബിസിനസ്സുകാർ കണ്ടിരുന്നത്. എന്നാൽ $100 മാത്രം വിലയുള്ള ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ആളുകൾ $2000 കൊടുത്ത് ആപ്പിൾ 2 കമ്പ്യൂട്ടറുകൾ വാങ്ങാൻ തുടങ്ങി. വിസികാൽക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആപ്പിൾ 2 ഇത്രയും വലിയൊരു ചരിത്ര വിജയമാകുമായിരുന്നില്ല. എന്നാൽ ഈ വിജയത്തിന് പിന്നാലെ ആപ്പിളിനൊരു വലിയ അബദ്ധം പറ്റി. ഡിസൈനിനോടുള്ള അമിതമായ ഭ്രമം ഒരു കമ്പനിയെ എങ്ങനെ തകർക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്കത് പറയാം. അവരുടെ അടുത്ത പ്രോഡക്റ്റായിട്ടുള്ള ആപ്പിൾ 3 ജോബ്സിന് ഒരു വാശിയുടെ പുറത്തുണ്ടായതാണ്. കമ്പ്യൂട്ടറിൽ നിന്നൊരു ശബ്ദവും കേൾക്കാൻ പാടില്ല, അതുകൊണ്ട് അതിൽ കൂളിംഗ് ഫാൻ വെക്കാൻ പാടില്ല എന്ന് അദ്ദേഹം കർശനമായിട്ട് പറഞ്ഞു. റിസൾട്ട് എന്താ? ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ മെഷീൻ ഓവറായിട്ട് ഹീറ്റാവും, ഉള്ളിലെ ചിപ്പുകൾ ഉരുകി പുറത്തേക്ക് തെറിക്കുകയും ചെയ്തു. അങ്ങനെ അതൊരു ദുരന്തമായി മാറി. ആപ്പിളിൻ്റെ സൽപ്പേരിനെ അപ്പോൾ തന്നെ അത് ബാധിച്ചിരുന്നു. ഡിസൈനിങ്ങിന് വേണ്ടി പ്രാക്ടിക്കാലിറ്റി ഇല്ലാതാക്കിയാൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ആദ്യത്തെ പാഠമായിരുന്നു അത്. അങ്ങനെ 1980 ഡിസംബറിൽ ആപ്പിൾ പബ്ലിക് ആവാൻ തുടങ്ങി, അതായത് IPO ആയി. അവരുടെ ഓഹരി വിപണിയിലെ അരങ്ങേറ്റം എത്രത്തോളം വലുതായിരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം 300 കോടീശ്വരന്മാരെ അത് ഉണ്ടാക്കി. 1956 ഫോർഡിന് ശേഷം പബ്ലിക് ഓഫറിങ്ങിലൂടെ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ സമാഹരിച്ചത് ആപ്പിളായിരുന്നു. 4 വർഷങ്ങൾ ഒരു ഗരേജിൽ നിന്നും വാൾസ്ട്രീറ്റിൻ്റെ രാജാക്കന്മാരായിട്ട് അവർ മാറാൻ തുടങ്ങി. സ്വപ്നം സത്യമായി. എന്നാൽ സ്വപ്നങ്ങൾ ഇത്രയും വേഗത്തിൽ സത്യമാകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇത്ര പെട്ടെന്നുണ്ടാകുന്ന വിജയം നമ്മളെ കൊല്ലാൻ പോകുന്ന തകർച്ചയ്ക്കുള്ള വിത്തുകൾ പാകുമെന്നർത്ഥം. കാരണം ഇപ്പോൾ ആപ്പിളിന് പണമുണ്ട്, പ്രശസ്തിയുണ്ട്, ഒരിക്കലും തെറ്റുപറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു യുവ സ്ഥാപകനുണ്ട്. പഴയ കഥകൾ എപ്പോഴും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന പോലെ അഹങ്കാരം വീഴ്ചയ്ക്ക് തൊട്ടു മുമ്പാണ് വരുന്നത്. ഞാൻ നിങ്ങളെ 1979 ഡിസംബറിലേക്ക് കൊണ്ടുപോവുകയാണ്. ടെക്നോളജിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ട നിമിഷങ്ങളിൽ ഒന്നാണത്. സ്റ്റീവ് ജോബ്സും ആപ്പിളിലെ ഒരു കൂട്ടം എഞ്ചിനീയർമാരും സെറോക്സ് പാർക്ക് എന്നൊരു സ്ഥലം സന്ദർശിച്ചു. സെറോക്സ് ഫോട്ടോസ്റ്റാറ്റ് കമ്പനിയുടെ റിസർച്ച് സെൻ്ററാണത്. തികച്ചും അവിശ്വസനീയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സെറോക്സ് കമ്പനി ഇതിനോടകം തന്നെ അവരുടെ ഭാവി എന്താണെന്ന് കണ്ടുപിടിച്ചിരുന്നു, പക്ഷേ തിരിച്ചറിഞ്ഞില്ല. പാർക്കിനുള്ളിൽ സ്ക്രീനിലെ ഒരു പോയിൻ്റർ ചലിപ്പിക്കുന്ന ഒരു ചെറിയ ഡിവൈസ് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കമ്പ്യൂട്ടർ അവർ ഉണ്ടാക്കി വെച്ചിരുന്നു. വിൻഡോകൾ, ഐക്കണുകൾ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസ്ക്ടോപ്പ് മൗസാണത്. ഇന്ന് നമ്മൾ ഇതിനെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്നാണ് വിളിക്കുന്നത്. ഇതിനു മുമ്പ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ടെക്സ്റ്റ് കമാൻഡുകൾ അവർ ടൈപ്പ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ മൗസ് വന്നതിന് ശേഷം നമുക്ക് വെറുതെ ചിത്രത്തിലേക്ക് ചൂണ്ടിക്കാണിച്ച് ക്ലിക്ക് ചെയ്യുകയും ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. IPOയ്ക്ക് മുമ്പ് ആപ്പിൾ ഷെയറുകൾ വാങ്ങാനുള്ള ഓപ്ഷന് പകരമായി സെറോക്സ് ആപ്പിളിൻ്റെ എഞ്ചിനീയർമാർക്ക് അവിടെ 3 ദിവസത്തെ ആക്സസ് കൊടുത്തു. ജോബ്സ് ആ കെട്ടിടത്തിൽ നിന്നും പുറത്തിറങ്ങിയത് പൂർണ്ണമായിട്ടും മാറിയ ഒരു മനുഷ്യനായിട്ടാണ്. അവരാദ്യം കാണിച്ച ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് കണ്ട് തൻ്റെ കണ്ണഞ്ചിപ്പോയത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റ് കണ്ടുപിടുത്തങ്ങൾ തനിക്ക് കാണാൻ പറ്റിയില്ല എന്ന് സ്റ്റീവ് ജോബ്സ് പറഞ്ഞിട്ടുണ്ട്. ഭാവിയിലെ എല്ലാ കമ്പ്യൂട്ടറുകളും എങ്ങനെയിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക എന്ന് അദ്ദേഹം അപ്പോൾ തന്നെ ഉറപ്പിച്ചു പറഞ്ഞു. ആപ്പിൾ സെറോക്സിൽ നിന്നും മൗസ് മോഷ്ടിച്ചു എന്നാണ് പൊതുവെ പറയപ്പെടുന്ന കഥ. പക്ഷേ അതത്ര സിമ്പിളല്ല. സെറോക്സ് ആ സാധനങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അവർ ഒരു ഫോട്ടോസ്റ്റാറ്റ് കമ്പനിയാണ്. അവരതിനെ ഒരു കളിപ്പാട്ടമായിട്ട് കണ്ടു. സ്വന്തം കണ്ടുപിടുത്തക്കാർക്ക് പോലും മനസ്സിലാകാത്ത മൂല്യം തിരിച്ചറിയുകയാണ് ജോബ്സ് ചെയ്തത്. തുടർന്ന് വലിയ ബുദ്ധിമുട്ടുള്ള ആ റിസർച്ച് പ്രോട്ടോടൈപ്പിനെ ഒരു സാധാരണക്കാരന് ഉപയോഗിക്കാനും വാങ്ങാനും കഴിയുന്ന ഒന്നായി മാറ്റുന്നതിൽ അദ്ദേഹം നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാധനം കണ്ടുപിടിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു കഴിവാണ്. അത് ആപ്പിളിനെ എക്കാലത്തെയും ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവാകുമായിരുന്നു. എപ്പോഴും ഒന്നാമതെത്തുക എന്നതല്ല, മറിച്ച് അതിനെ അർത്ഥവത്താക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ആശയത്തെ നമ്മൾ മുറുകെ പിടിക്കണം. അത് ഐപോഡ്, ഐഫോൺ എന്നിവയിലെല്ലാം തിരികെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഈ ഗ്രാഫിക്കൽ ഇൻ്റർഫേസിനെ അടിസ്ഥാനമാക്കി ഒരു കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ വേണ്ടി ആപ്പിൾ മത്സരിച്ചു. അങ്ങനെ 1983 ലിസ എന്ന് പറയുന്ന ഒരു ആദ്യത്തെ ശ്രമം നടത്തി. പക്ഷേ ലിസ പരാജയപ്പെട്ടു. അത് സൂപ്പറായിരുന്നു, പക്ഷേ അതിന് $10,000 വിലയുണ്ട്. വലിയ തുകയാണ്. ആരും അത് വാങ്ങിയില്ല. ഭാവിയെ ലക്ഷ്യം വെച്ചുള്ള ആപ്പിളിൻ്റെ ആദ്യത്തെ ചുവടുവയ്പ് അങ്ങനെ വലിയ പരാജയമായി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വിൽക്കപ്പെടാത്ത ആയിരക്കണക്കിന് യൂണിറ്റുകൾ അവർ കുപ്പത്തൊട്ടിയിൽ കളഞ്ഞു എന്ന് പറയാം. ആ സമയത്താണ് കമ്പ്യൂട്ടർ ലോകത്തെ അനിഷേധ്യനായിട്ടുള്ള രാജാവ് കളത്തിലേക്ക് വരുന്നത്. ദാറ്റ് ഈസ് IBM. 1981 അവർ IBM PC പുറത്തിറക്കി. അതോടെ ഇൻഡസ്ട്രി മുഴുവൻ മാറി മറിഞ്ഞു. പെട്ടെന്ന് ആപ്പിൾ ആ വലിയ കളിക്കളത്തിലെ ചെറിയൊരു കളിക്കാരനായി ചുരുങ്ങി.
IBM എന്ന വലിയ കോർപ്പറേറ്റ് ഭീമനെ നേരിടാൻ ജോബ്സ് ആപ്പിളിനുള്ളിൽ തികച്ചും വ്യത്യസ്തമായൊരു കൾച്ചർ ഉണ്ടാക്കിയെടുത്തു. ജോബ്സിൻ്റെ ടീമിനെ കുറിച്ച് അന്ന് പറയപ്പെട്ടിരുന്നൊരു കാര്യമുണ്ട്. റിയാലിറ്റി ഡീസ്റ്റോറേഷൻ ഫീൽഡ്, അതായത് അസാധ്യമെന്ന് ലോകം കരുതുന്ന കാര്യങ്ങൾ തൻ്റെ സംസാരത്തിലൂടെയും ഇച്ഛാശക്തിയിലൂടെയും സാധ്യമാണെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനുള്ള ജോബ്സിൻ്റെ മാന്ത്രികമായിട്ടുള്ള കഴിവായിരുന്നു അത്. തൻ്റെ ടീമിനെ അദ്ദേഹം ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയായിട്ടല്ല പ്രവർത്തിപ്പിച്ചത്. നാവികസേനയിൽ ചേരുന്നതിനേക്കാൾ നല്ലത് ഒരു കടൽ കൊള്ളക്കാരനാകുന്നതാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡയലോഗ്. മാക്ക് നിർമ്മിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ അവർ ശരിക്കും ഒരു കടൽ കൊള്ളക്കാരുടെ പതാക ഉയർത്തിക്കെട്ടി. എല്ലാ വർഷവും കമ്പനിയിലെ ഏറ്റവും മികച്ച 100 പേരെ ഉൾപ്പെടുത്തി നടത്തുന്ന ടോപ്പ് 100 മീറ്റിങ്ങുകൾ, രഹസ്യ പ്രോജക്റ്റുകൾ, വളരെ ചെറിയ ടീമുകൾ. മറ്റേത് കമ്പനിയിൽ നിന്നും വ്യത്യസ്തമായി ആപ്പിൾ ചിന്തിക്കാനുള്ള റീസൺ തന്നെ ഈ ഒരു വിമത സംസ്കാരമാണ്. എന്നാൽ രണ്ടാമത്തെ ശ്രമം ചരിത്രപരമായി മാറി. 1984 മാക്കിൻടോഷ് എന്ന് പറയുന്നൊരു സാധനം വന്നു. മാക്കിൻടോഷ് മോഡൽ വെറുതെ ലോഞ്ച് ചെയ്തതല്ല, എക്കാലത്തെയും മികച്ച പരസ്യമെന്ന് പലരും ഇപ്പോഴും വിളിക്കുന്ന ഒരു പരസ്യത്തോടെയാണ് ആ ഒരു ആപ്പിളിൻ്റെ കമ്പ്യൂട്ടർ പുറത്തിറങ്ങുന്നത്. അമേരിക്കയിലെ ഏറ്റവും വലിയ ടെലിവിഷൻ പരിപാടിയായിട്ടുള്ള സൂപ്പർ ബൗളിനിടെ പ്രശസ്തമായിട്ടുള്ളൊരു സംവിധായകൻ സംവിധാനം ചെയ്ത ഒരു സിനിമാറ്റിക് പരസ്യം ആപ്പിൾ സംപ്രേഷണം ചെയ്തു. ജോർജ് ഓർവെലിൻ്റെ 1984 എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ബുദ്ധിയില്ലാത്ത ആളുകൾ നിറഞ്ഞ വിരസമായൊരു ലോകം അതിൽ കാണിക്കാൻ തുടങ്ങി. അതിലൊരു ബിഗ് ബ്രദർ രൂപത്തിൻ്റെ സ്ക്രീൻ തകർക്കാൻ ഒരു വിമതയായ സ്ത്രീ ചുറ്റിക വലിച്ചെറിയുന്നു. ആ സന്ദേശം വളരെ വ്യക്തമായിരുന്നു. IBM ആണ് ബിഗ് ബ്രദർ, എന്തിനോടും പൊരുത്തപ്പെടുന്ന മെഷീൻ. എന്നാൽ ആപ്പിൾ നിങ്ങളെ സ്വതന്ത്രരാക്കുന്ന ഒരു വിമതനാണ്. ആപ്പിൾ അവിടെ എന്താണ് വിറ്റതെന്ന് നോക്കാം. സ്പെസിഫിക്കേഷൻ അല്ല, വാല്യൂ അല്ല, ഐഡൻറ്റിറ്റിയാണ്. അത് വാങ്ങുക എങ്കിൽ നിങ്ങളൊരു വിമതനാണ്, ഒരു ക്രിയേറ്റീവാണ്, സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളാണ്. ആ ഇമോഷണൽ ആയിട്ടുള്ള വാഗ്ദാനം അടുത്ത 40 വർഷത്തേക്ക് ആപ്പിൾ ഉപയോഗിക്കുന്ന ഒരു ആയുധമായിട്ട് മാറിയിരുന്നു. എന്നാൽ വിജയകരമായിട്ടുള്ള പരസ്യത്തിന് പിന്നിൽ കമ്പനിക്കുള്ളിൽ ഒരു യുദ്ധം ഉണ്ടായിരുന്നു. ഇവിടെയാണ് കഥ ഇരുളടയുന്നത്. ഈ സമയമായപ്പോഴേക്കും ആപ്പിൾ നിയന്ത്രിക്കാൻ ജോബ്സ് തന്നെ നേരിട്ട് CEOയെ കൊണ്ടുവന്നിരുന്നു. പെപ്സിയിൽ നിന്ന് വന്ന ജോൺ സ്കെല്ലി. അദ്ദേഹത്തെ കൊണ്ടുവരാൻ ജോബ്സ് ഉപയോഗിച്ച പ്രസിദ്ധമായൊരു വാചകമുണ്ട്: നിന്റെ ജീവിതകാലം മുഴുവൻ പഞ്ചസാര വെള്ളം തീർക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്, അതോ ലോകത്തെ മാറ്റാനുള്ള ഒരു അവസരം നിനക്ക് വേണോ? അത് ഫലിച്ചു. സ്കെല്ലി വന്നു. എന്നാൽ ദുരന്തം അവിടെ തുടങ്ങി. യുവസ്ഥാപകനും പ്രൊഫഷണലായ CEOയും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടലുണ്ടായി. ജോബ്സ് മിടുക്കനാണ്, പക്ഷേ ചുറ്റുമുള്ള ആളുകളോട് വളരെ ഹാർഷായിട്ട് പെരുമാറുന്ന ബുദ്ധിമുട്ടുള്ള പ്രകൃതക്കാരനാണ്. മക്കിൻടോഷ് ആണെങ്കിൽ ആപ്പിളിന് ലഭിച്ച എല്ലാ പ്രശസ്തികൾക്കും ഇടയിലും പവർ കുറവായതിനാലും സോഫ്റ്റ്വെയറുകൾ കുറവായതിനാലും വളരെ പതുക്കെയാണ് വിറ്റഴിഞ്ഞിരുന്നത്. ബോർഡ് 2 ഭാഗമായിട്ട് തിരിഞ്ഞു. അവർ ആ സ്ഥാപകൻ്റെ ഭാഗത്തായിരുന്നില്ല ആക്ച്വലി നിന്നത്. 1985 സ്റ്റീവ് ജോബ്സിനെ ആപ്പിളിൽ നിന്ന് പിരിച്ചുവിട്ടു. അദ്ദേഹം പടുത്തുയർത്തിയ കമ്പനി, അദ്ദേഹം പേരിട്ട കമ്പനി, അദ്ദേഹം തന്നെ കൊണ്ടുവന്ന CEOയുമായിട്ടുള്ള അധികാര വടംവലിയിൽ പരാജയപ്പെട്ട് പുറത്താക്കപ്പെട്ടു. ഇത് എത്രത്തോളം ക്രൂരമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചേ. നിങ്ങളുടെ മാതാപിതാക്കളുടെ ഗരേജിൽ ശൂന്യതയിൽ നിന്ന് നിങ്ങളൊന്ന് കെട്ടിപ്പടുത്തു, അതിനെ ലോകമറിയുന്ന ഒന്നാക്കി മാറ്റി. എന്നിട്ട് നിങ്ങൾ ബോർഡ് രൂപീകരിച്ചപ്പോൾ ബോർഡ് നിങ്ങളെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. പത്രങ്ങൾക്ക് മുന്നിൽ അപമാനിതനായി അദ്ദേഹം ഇറങ്ങിപ്പോയി. മിക്ക ആളുകളും ഈ ഒരു പ്രഹരത്തിൽ നിന്ന് ഒരിക്കലും കരകയറില്ല. ഇത് ആപ്പിളിന് മരിച്ചു പോകേണ്ടിയിരുന്ന ആദ്യത്തെ നിമിഷമാണ്. പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ ഇവിടെ മരിക്കേണ്ടത് കമ്പനിയല്ല, ആ മനുഷ്യനാണ്. ആ പുറത്താക്കപ്പെടലിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ വിപ്ലവകരമാണ്. മുറിവേറ്റ ദേഷ്യം നിറഞ്ഞ ജോബ്സ് ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹം അപ്രത്യക്ഷനായില്ല. പുതിയ 2 കാര്യങ്ങൾ തുടങ്ങി. ഒന്നെന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ കമ്പനി അദ്ദേഹം ഉണ്ടാക്കി. വളരെ അഡ്വാൻസ്ഡായ മനോഹരമായ വില കൂടിയ മെഷീനുകളാണ് അത് നിർമ്മിച്ചിരുന്നത്. വാണിജ്യപരമായിട്ട് നെക്സ്റ്റ് പാടുപെട്ടെങ്കിലും അവരുടെ സോഫ്റ്റ്വെയർ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അക്കാലത്തുള്ളതിനേക്കാൾ എഹെഡായിരുന്നു. അപ്പോൾ ഈ പേര് ഓർത്തു വയ്ക്കുക, നമുക്കത് ആവശ്യമുണ്ട്. രണ്ടാമത്തേതാണ് അവിശ്വസനീയമായ കാര്യം. സ്റ്റാർ വാർസ് സൃഷ്ടാവായിട്ടുള്ള ജോർജ് ലൂക്കാസിൽ നിന്ന് ജോബ്സ് ഒരു ചെറിയ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് സെക്ഷനെ വാങ്ങിച്ചു. അദ്ദേഹം അതിന് പിക്സാർ എന്ന് പേരിട്ടു. അതെ, പിക്സാർ. ടോയ് സ്റ്റോറി നിർമ്മിക്കുകയും അനിമേറ്റഡ് സിനിമകളെ എന്നേക്കുമായി മാറ്റിമറിക്കുകയും ചെയ്ത അതേ കമ്പനി. അങ്ങനെ ബുദ്ധിമുട്ടുള്ളൊരു ചെറുപ്പക്കാരനെ തങ്ങൾ വലിച്ചെറിഞ്ഞെന്ന് ആപ്പിൾ കരുതിയപ്പോൾ ആ മനുഷ്യൻ സൈലൻ്റായിട്ട് 2 കാര്യങ്ങൾ പ്രാവീണ്യം നേടി. ഏറ്റവും പുതിയ സോഫ്റ്റ്വെയറുകളിലും ഹോളിവുഡ് നിലവാരത്തിലുള്ള സ്റ്റോറി ടെല്ലിങ്ങിലും. തനിക്കറിയാതെ തന്നെ പിന്നീട് ആപ്പിളിനെ രക്ഷിക്കാൻ വേണ്ട എല്ലാ ആയുധങ്ങളും അദ്ദേഹം കൂട്ടിവെക്കുകയായിരുന്നു എന്ന് കാണാം. എന്നാൽ ആപ്പിളോ ജോബ്സ് ഇല്ലാതെ പതുക്കെ പതുക്കെ അത് മരണത്തിലോട്ട് മല്ലിടുകയായിരുന്നു. 80കളുടെ അവസാനത്തിലും 90കളിലുമായിട്ട് കമ്പനി തെന്നിമാറി. അവർ ഒരുപാട് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മോഡൽ പേരുകൾ, പ്രിൻ്ററുകൾ, ക്യാമറ. ആപ്പിൾ ഇങ്ങനെ അലഞ്ഞു തിരിയുമ്പോൾ മറുവശത്തൊരു ഭീമൻ ഉയർന്നു വരികയായിരുന്നു. മൈക്രോസോഫ്റ്റ്, ബിൽ ഗേറ്റ്സ്, വിൻഡോസ്. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. ലോകത്തിന് മുന്നിലെത്തിക്കാൻ ആപ്പിൾ ഇത്രമാത്രം പോരാടിയ ആ ഗ്രാഫിക്കൽ ഇൻ്റർഫേസ്, വിൻഡോകൾ, ഐക്കണുകൾ, മൗസ്, ഇതെല്ലാം മൈക്രോസോഫ്റ്റ് തൻ്റേതായ പതിപ്പായി നിർമ്മിക്കുകയും മറ്റുള്ളവർ നിർമ്മിക്കുന്ന വില കുറഞ്ഞ ബോറടിപ്പിക്കുന്ന കമ്പ്യൂട്ടറുകളിൽ അത് ഉപയോഗിക്കുകയും ചെയ്തു.
അവർ അതിൽ വിജയിച്ചു. മൈക്രോസോഫ്റ്റുമായിട്ടുള്ള യുദ്ധം വെറും ഒരു ബിസിനസ് കോമ്പറ്റീഷൻ ആയിരുന്നില്ല, അതൊരു ഇമോഷണൽ ആയിട്ടുള്ള പോരാട്ടമാണ്. തുടക്കത്തിൽ മാക്കിൻടോഷിന് വേണ്ടി സോഫ്റ്റ്വെയറുകൾ കോഡ് ചെയ്തിരുന്നത് ബിൽ ഗേറ്റ്സിൻ്റെ മൈക്രോസോഫ്റ്റ് ആയിരുന്നു. എന്നാൽ അവിടെ നിന്ന് ഗ്രാഫിക്കൽ ഇൻ്റർഫേസിൻ്റെ ആശയം ഉൾക്കൊണ്ട് ഗേറ്റ്സ് സ്വന്തമായി വിൻഡോസ് ഇറക്കിയപ്പോൾ ജോബ്സ് പൊട്ടിത്തെറിച്ചിരുന്നു. അദ്ദേഹം ഗേറ്റ്സിനെ കള്ളനെന്ന് വിളിച്ചു. ഇതിന് ഗേറ്റ്സ് കൊടുത്ത മറുപടി ചരിത്രപരമാണ്. നമ്മൾ രണ്ടുപേരും സെറോക്സ് എന്നൊരു വലിയ അയൽക്കാരനുണ്ടായിരുന്നു. ഞാൻ അവരുടെ വീട്ടിൽ TV മോഷ്ടിക്കാൻ കയറിയപ്പോൾ താങ്കൾ അത് നേരത്തെ തന്നെ മോഷ്ടിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കി. അതാണ് സത്യം. 1990കളുടെ പകുതിയോടെ ലോകത്തിലെ ഭൂരിഭാഗം കമ്പ്യൂട്ടറുകളും വിൻഡോസായി മാറി. വിൻഡോസ് ലോകം കീഴടക്കിയപ്പോൾ ആപ്പിൾ പതിയെ താഴോട്ട് വീണു. ഈ വീഴ്ചയുടെ കാലത്ത് അവർക്ക് വലിയ പരാജയങ്ങൾ സംഭവിച്ചു. അതിലേറ്റവും വലുതായിരുന്നു ന്യൂട്ടൺ എന്ന PDA ഡിവൈസ്. ഇന്നത്തെ ഐപാഡിൻ്റെയൊക്കെ ഒരു പഴയ രൂപമാണ്. ആശയപരമായിട്ടത് വർഷങ്ങൾക്ക് മുൻപിലായിരുന്നു, പക്ഷേ ടെക്നോളജിക്കലി അത് പരാജയമായി. ആപ്പിൾ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ച് ലക്ഷ്യബോധമില്ലാതെ അലയുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. ആപ്പിളിൻ്റെ മെഷീനുകൾ കലാകാരന്മാർക്കുള്ള വില കൂടിയ കളിപ്പാട്ടങ്ങൾ മാത്രമാണ് എന്ന് ആളുകൾ കാണാൻ തുടങ്ങി. 96 ആയപ്പോഴേക്കും വിദഗ്ധർ ആപ്പിളിനെ ഒറ്റ വാക്കി വിളിച്ചു, ശപിക്കപ്പെട്ടവൻ. കമ്പനിക്ക് പ്രതിവർഷം ഏകദേശം $1 ബില്യൺ നഷ്ടം വന്നുകൊണ്ടേയിരുന്നു. അവരുടെ പണം വേഗത്തിൽ തീർന്നു. ശരിയായി പ്രവർത്തിക്കുന്ന സ്വന്തമായൊരു ആധുനിക ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവർക്കില്ല. സത്യം പറഞ്ഞാൽ അത് അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇതാണ് രണ്ടാമത്തെ നിയർ ഡെത്ത് മൊമെൻറ്റ്. ഇത്തവണ കമ്പനി മുഴുവനുമായിട്ട് പോയി. പണമില്ലാത്ത, ആശയങ്ങളില്ലാത്ത, സമയം അവസാനിപ്പിച്ച ഒരു കമ്പനിയെ നിങ്ങൾ എങ്ങനെ രക്ഷിക്കും? 11 വർഷം മുമ്പ് നിങ്ങൾ വലിച്ചെറിഞ്ഞ ആ മനുഷ്യനെ പോയി കാണണം. ഒരു സിനിമാ തിരക്കഥാകൃത്ത് പോലും എഴുതാൻ ധൈര്യപ്പെടാത്തൊരു ട്വിസ്റ്റ് പോലെ തോന്നും. ഒരു ആധുനിക ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടി ആപ്പിൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അവരുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും മികച്ച ഓപ്ഷനാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സ്റ്റീവ് ജോബ്സിൻ്റെ തകർന്നുകൊണ്ടിരിക്കുന്ന കമ്പനി നിർമ്മിച്ച സോഫ്റ്റ്വെയർ. അങ്ങനെ 1996 അവസാനത്തോടെ ഏകദേശം $402 ദശലക്ഷം ആപ്പിൾ നെക്സ്റ്റിനെ വാങ്ങിച്ചു. അതൊന്ന് വായിച്ചേ. സ്വയം രക്ഷപ്പെടാൻ തങ്ങൾ പുറത്താക്കിയ സ്ഥാപകൻ്റെ കമ്പനിയെ ആപ്പിൾ വില കൊടുത്ത് വാങ്ങേണ്ടി വന്നു. നെക്സ്റ്റ് വാങ്ങുക എന്ന് പറഞ്ഞാൽ സ്റ്റീവ് ജോബ്സ് തിരികെ കമ്പനിയിൽ കയറുക എന്നർത്ഥം. അദ്ദേഹം ആദ്യം തിരികെ എത്തിയത് ഒരു അഡ്വൈസറായിട്ടാണ്. എന്നാൽ ജോബ്സ് ഒരിക്കലും അങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ആളല്ല. മാസങ്ങൾക്കുള്ളിൽ തൻ്റെ ഇച്ഛാശക്തിയോടെ അവിടെ ഉണ്ടായിരുന്ന CEOയെ അദ്ദേഹം തെറിപ്പിച്ചു. എന്നിട്ട് ഇടക്കാല മേധാവിയായി മാറി. തമാശയായിട്ട് അദ്ദേഹം തന്നെ CEO എന്ന് വിളിച്ചിരുന്നു. 11 വർഷം മുമ്പ് പുറത്താക്കപ്പെട്ട രാജകുമാരൻ മരിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ സാമ്രാജ്യത്തിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം കേട്ടാൽ ഭ്രാന്താണെന്ന് തോന്നും. ആപ്പിൾ അന്ന് ഡസൻ കണക്കിന് ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ജോബ്സ് അവിടേക്ക് വന്ന കുഴപ്പങ്ങളിലേക്ക് നോക്കിയിട്ടൊരു ഗ്രിഡ് വരച്ചു. 2x2 4 ബോക്സുകൾ. മുകളിൽ കൺസ്യൂമർ, പ്രൊഫഷണൽ, വശത്ത് ഡെസ്ക് ടോപ്പ്, പോർട്ടബിൾ. 4 ബോക്സുകൾ, ഓരോന്നിനും ഓരോ മികച്ച ഉൽപ്പന്നം. ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്തു. ആപ്പിളിൻ്റെ ഉൽപ്പന്നങ്ങളിൽ ഏകദേശം 70% അദ്ദേഹം വെട്ടിച്ചുരുക്കി. കമ്പനി മരണത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ അതിനുള്ള പ്രതിവിധി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക എന്നതല്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ യുക്തി ശക്തമാണ്. നല്ല കാര്യങ്ങളോട് യെസ് പറയുക എന്നതല്ല ഫോക്കസ്, ആയിരക്കണക്കിന് നല്ല കാര്യങ്ങളോട് നോ പറയുക എന്നതാണ്. നമുക്കതിൽ ഏറ്റവും മികച്ചവരാകാൻ കഴിയില്ലെങ്കിൽ നമ്മളത് ചെയ്യേണ്ടതില്ല. ഉൽപ്പന്നങ്ങൾ വെട്ടിച്ചുരുക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് പണം ഉണ്ടാക്കില്ലെങ്കിലും ആപ്പിൾ തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് കാണാമല്ലോ. അപ്പോഴാണ് ജോബ്സ് രണ്ടാമത്തെ അവിശ്വസനീയമായ കാര്യം ചെയ്തത്. 1997 ഓഗസ്റ്റിൽ അദ്ദേഹം വേദിയിലെത്തിയിട്ട് ആപ്പിളിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള മൈക്രോസോഫ്റ്റുമായിട്ട് ഒരു ഓഹരി പങ്കാളിത്തം പ്രഖ്യാപിച്ചു. ആപ്പിളിലേക്ക് $150 ദശലക്ഷം നിക്ഷേപിക്കാൻ മൈക്രോസോഫ്റ്റ് തയ്യാറായി. വോട്ടിംഗ് അവകാശമില്ലാത്ത 5% താഴെ ഷെയറുകൾ അവർ വാങ്ങി. 5 വർഷത്തേക്ക് മാക്കിന് വേണ്ടിയിട്ടുള്ള ഓഫീസ് സോഫ്റ്റ്വെയറുകൾ അവർ നിർമ്മിക്കുന്നത് തുടരും. ഇരുപക്ഷവും തങ്ങളുടെ കേസുകൾ പരസ്പരം പിൻവലിക്കും. വേദിക്ക് മുകളിലെ സ്ക്രീനിൽ ബിൽ ഗേറ്റ്സിൻ്റെ വലിയ മുഖം തെളിഞ്ഞപ്പോൾ ആപ്പിൾ ആരാധകർ ഒന്നടങ്കം കൂവി വിളിച്ചു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരത്തിൽ ഒന്നായിട്ടാണ് സ്റ്റീവ് ജോബ്സ് ഈ സംഭവത്തെ പറഞ്ഞത്. എന്നാൽ തന്ത്രപരമായി നോക്കിയാൽ അതൊരു ജീനിയസായ നീക്കമാണ്. അദ്ദേഹത്തിന് പണം മാത്രമല്ല വേണ്ടത്. ആപ്പിളിൻ്റെ അതിജീവനത്തിനായി തങ്ങളുടെ ഏറ്റവും വലിയ ശത്രു പരസ്യമായി പന്തയം വയ്ക്കുന്നത് ലോകം മുഴുവൻ കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഈ സമയത്ത് ജോബ്സ് പറഞ്ഞൊരു വരിയുണ്ട്. അതാണ് ഈ തിരിച്ചുവരവിൻ്റെ യഥാർത്ഥ കീ. ആപ്പിളിന് മൈക്രോസോഫ്റ്റിനെ തോൽപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആപ്പിൾ ആരായിരുന്നു എന്ന് ആപ്പിൾ ഓർക്കണം, കാരണം അത് മറന്നുപോയിരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഒരൊറ്റ വാചകത്തിൽ ശത്രുവിനെ നശിപ്പിക്കുക എന്നുള്ളതല്ല, നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഓർക്കുക. തുടർന്ന് അദ്ദേഹം ലോകത്തെയും അത് ഓർമ്മിപ്പിച്ചു. 1997 ഒരു പുതിയ പരസ്യ ക്യാമ്പയിൻ വന്നു. യഥാർത്ഥത്തിൽ ഒരു മിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്ന 2 വാക്കുകൾ. ദാറ്റ്സ് തിങ്ക് ഡിഫറൻറ്റ്. കാര്യങ്ങൾ മാറ്റി എഴുതുന്ന വിമതർക്കും ഭ്രാന്തന്മാർക്കുമുള്ള ആദരം. അത് ആപ്പിൾ പ്രഖ്യാപിക്കുകയായിരുന്നു. ഞങ്ങൾ തിരിച്ചെത്തി, ഞങ്ങൾ ഇപ്പോഴും അതേ വിമതരാണ്. പിന്നീട് 1998 അത് തെളിയിക്കുന്ന പ്രോഡക്റ്റ് വന്നു. ദാറ്റ് ഈസ് ഐമാക്. ഇവിടെ നമ്മൾ ആപ്പിളിൻ്റെ ഏറ്റവും വലിയ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കണം. അതാണ് അവരുടെ മാർക്കറ്റിംഗ്. ആപ്പിൾ ഒരിക്കലും ഫോണോ കമ്പ്യൂട്ടറോ അല്ല വിൽക്കുന്നത്,
അവർ വിൽക്കുന്നത് ഇമോഷനാണ്, ഒരു ഐഡൻറ്റിറ്റിയാണ്, ഒരു സ്റ്റാറ്റസാണ്. 1984 പരസ്യത്തിലും തിങ്ക് ഡിഫറൻറ്റ് ക്യാമ്പയിനിലും പിന്നീട് വന്ന ഐപോഡിൻ്റെ സിലൗട്ട് പരസ്യങ്ങളിലും നമ്മൾ കണ്ടത് അതാണ്. സങ്കീർണതകൾ ഒഴിവാക്കിയുള്ള സിംപ്ലിസിറ്റി, അതാണ് ആപ്പിളിൻ്റെ ഏറ്റവും വലിയ ബ്രാൻഡ് വാല്യൂ. ഈ ഒരു സിംപ്ലിസിറ്റിക്ക് ജീവൻ നൽകിയത് ജോണി ഐവ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഡിസൈനറാണ്. ഐമാക്ക്, ഐപോഡ്, മാക്ബുക്ക്, ഐഫോൺ, ആപ്പിൾ വാച്ച്, എന്തിനേറെ ആപ്പിളിൻ്റെ പാക്കേജിംഗ് വരെ ആ മനുഷ്യൻ്റെ തലച്ചോറാണ്. പ്ലാസ്റ്റിക്കിൽ നിന്ന് മാറി അലുമിനിയം ബോഡിയിലേക്ക് ആപ്പിളിനെ മാറ്റിയതും മിനിമലിസം എന്ന ഡിസൈൻ ഫിലോസഫി ലോകത്തിന് പരിചയപ്പെടുത്തിയതും അദ്ദേഹമാണ്. മറ്റെല്ലാവരും ബോക്സ് പോലെയുള്ള കാണാൻ ഭംഗിയില്ലാത്ത കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കിയപ്പോൾ ഐവും ജോബ്സും ചേർന്ന് ഐമാക്കിനെ അർത്ഥധാര്യമായിട്ടുള്ള വളഞ്ഞ മിഠായിയുടെ നിറമുള്ള ഒരു വസ്തുവാക്കി. അത് ഭാവിയിൽ നിന്ന് വന്നതുപോലെ തോന്നും. അത് അത്ര ഫ്രണ്ട്ലി ആയിരുന്നു. കമ്പ്യൂട്ടറുകളെക്കുറിച്ച് ഒട്ടും ശ്രദ്ധിക്കാത്തവർ പോലും പെട്ടെന്ന് ഒരെണ്ണം കിട്ടണം, അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ വേണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഐമാക്ക് ഭയങ്കര ഹിറ്റായി. ആപ്പിൾ വീണ്ടും ശ്വസിച്ചു തുടങ്ങി. ജോബ്സിൻ്റെ കാഴ്ചപ്പാടും ഐവിൻ്റെ ഡിസൈനും ചേർന്നുള്ളൊരു വലിയ അത്ഭുതങ്ങൾ പിന്നീട് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഇതിനൊപ്പം അവർ ചെയ്ത മറ്റൊരു വിപ്ലവമാണ് ആപ്പിൾ സ്റ്റോർ. കമ്പ്യൂട്ടറുകൾ വിൽക്കാൻ സ്വന്തമായി കടകൾ തുടങ്ങുകയാണെന്ന് ആപ്പിൾ പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ ചിരിച്ചു. അത് വൻ പരാജയമാകുമെന്ന് വിദഗ്ധർ പറഞ്ഞു. എന്നാൽ ഇന്ന് ലോകത്തിൽ ഒരു സ്ക്വയർ ഫീറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്ന റീറ്റെയിൽ സ്റ്റോറുകൾ ആപ്പിളിൻ്റേതാണ്. ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയുന്ന കടകൾ. റീറ്റെയിൽ വ്യവസായത്തെ അത് എന്നേക്കുമായിട്ട് മാറ്റിമറിച്ചു. മരിക്കേണ്ടിയിരുന്ന കമ്പനി അവിശ്വസനീയമായിട്ട് തിരികെ എത്തിയിരിക്കുന്നു. എന്നാൽ വെറുതെ ജീവിക്കുക എന്നതായിരുന്നില്ല ലക്ഷ്യം. പിന്നീട് വന്നത് അതിജീവനമായിരുന്നില്ല, അതൊരു പുനർനിർമ്മാണമായിരുന്നു. ആധുനിക ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന പുനർനിർമ്മാണം. ഞാൻ ഇവിടെ നിന്ന് നിർത്തുകയാണ്. കാരണം നമ്മൾ കഥയുടെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 2 തവണ ആപ്പിള് ബാങ്ക്രപ്സിയുടെ വക്കിലെത്തി. ആ 2 തവണയും അവർ സർവൈവ് ചെയ്തു. അതൊരു വിചിത്രമായിട്ടുള്ള മരുന്നിലൂടെയാണ്. സബ്സ്ട്രാക്ഷൻ ആൻഡ് ഐഡൻറ്റിറ്റി. സാധനങ്ങൾ കുറയ്ക്കുക, സ്വത്ത് നിലനിർത്തുക, അനാവശ്യമായിട്ടുള്ള ഒഴിവാക്കി, നിങ്ങൾ ആരാണെന്ന് കൃത്യമായിട്ട് ഓർത്തു. സ്വന്തം വിജയകരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ അവർ കൊല്ലാൻ പോകുന്ന സാധ്യതയുണ്ടല്ലോ, അത് വീണ്ടും അവർ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ആപ്പിളിൻ്റെ ഐപോഡ് പുറത്തിറക്കിയ കഥയുണ്ടല്ലോ. അപ്പോൾ ആക്ച്വലി ആപ്പിൾ അല്ല ഡിജിറ്റൽ മ്യൂസിക് പ്ലെയർ കണ്ടുപിടിക്കുന്ന. മറ്റുള്ളവർ അപ്പോൾ ഉണ്ടായിരുന്നു, പക്ഷേ വളരെ മോശമായിരുന്നു ആ പ്രോഡക്റ്റ്. വലിപ്പം കൂടിയതും സ്റ്റോറേജ് കുറഞ്ഞതും ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായിരുന്നു. ആപ്പിളിൻ്റെ വാഗ്ദാനം വളരെ സിമ്പിളും മാജിക്കലുമാണ്. നിങ്ങളുടെ പോക്കറ്റിൽ 1000 പാട്ടുകൾ, മനോഹരമായ വെളുത്തൊരു ഉപകരണം, ഒരൊറ്റ സ്ക്രോൾ വീല്, ഉപയോഗിക്കാൻ ഭയങ്കര സിമ്പിൾ. എന്നാൽ ആളുകൾ മനസ്സിലാക്കാത്തൊരു കാര്യം ഇതാണ്: ഐപോഡ് വെറും ഒരു ഡിവൈസ് അല്ല, അത് ഐട്യൂൺസ് എന്നൊരു സോഫ്റ്റ്വെയറുമായിട്ട് കണക്റ്റഡ് ആണ്. അത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ മുഴുവൻ മ്യൂസിക് ലൈബ്രറിയും കൃത്യമായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് 2003 മാസ്റ്റർ സ്ട്രോക്ക് വന്നു, ഐട്യൂൺസ് മ്യൂസിക് സ്റ്റോർ. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ 2003 സംഗീത ലോകത്ത് സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കണം. ആ ഇൻഡസ്ട്രി ഭയങ്കര പ്രതിസന്ധിയായിരുന്നു. നാപ്സ്റ്റർ പോലെയുള്ള സേവനങ്ങൾ വഴി ആളുകൾ പാട്ടുകൾ സൗജന്യമായിട്ട് പൈറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന ലേബലുകൾ ഭയന്നിരിക്കുന്ന സമയം ബില്യൺ കണക്കിന് രൂപ നഷ്ടപ്പെട്ടു. അവർ സ്വന്തം ഉപഭോക്താക്കൾക്കെതിരെ തന്നെ കേസ് കൊടുത്തു. അങ്ങനെ ജോബ്സ് ഒരു ഡീലുമായിട്ട് വന്നു. പാട്ടുകൾ നിയമപരമായി വിൽക്കുക, ഒരെണ്ണത്തിന് 99 സെൻറ്റ് വെച്ച് തരണം. എളുപ്പമാണ്, പെട്ടെന്ന് നടക്കും. പൈറസിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിനേക്കാൾ എത്രയോ ലാഭമാണത്. ഗത്യന്തമില്ലാതെ റെക്കോർഡ് ലേബൽ കമ്പനികൾ അത് സമ്മതിച്ചു. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ ആപ്പിൾ വെറുതെ മ്യൂസിക് പ്ലെയറുകൾ വിൽക്കുകയായിരുന്നില്ല. ലോകം എങ്ങനെ മ്യൂസിക് വാങ്ങുന്നു എന്നതിൻ്റെ കൺട്രോൾ അവർ സൈലൻ്റായിട്ട് ഏറ്റെടുക്കുകയായിരുന്നു. മുഴുവൻ മ്യൂസിക് ഇൻഡസ്ട്രിക്കും കേൾവിക്കാരനും ഇടയിലുള്ളൊരു ഇടനിലക്കാരായിട്ട് അവർ മാറി. ഒരു ഹാർഡ്വെയർ കമ്പനി വന്ന് മറ്റൊരാളുടെ ബിസിനസ്സിൻ്റെ താക്കോല് കൈക്കലാക്കി. അതാണ് ആപ്പിളിൻ്റെ യഥാർത്ഥ തന്ത്രം. പ്രതിസന്ധിയിലുള്ള ഒരു ഇൻഡസ്ട്രിയെ കണ്ടെത്തുക, അതിനൊരു മികച്ച പരിഹാരം നൽകുക, അത് പരിഹരിക്കുന്നതിലൂടെ ആ ഗേറ്റിലൂടെ കടന്നു പോകുന്ന എല്ലാത്തിൽ നിന്നും ഒരു ലാഭം വാങ്ങുന്ന കാവൽക്കാരനായി മാറുക. സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു വേദി. കറുത്ത ടർട്ടിൽ നെക്കിട്ട സ്റ്റീവ് ജോബ്സ് പറയുന്നു താൻ 3 പ്രോഡക്റ്റുകൾ പ്രഖ്യാപിക്കാൻ പോവുകയാണെന്ന്. വൈഡ് സ്ക്രീനുള്ള ഒരു ഐപോഡ്, ഒരു ഫോൺ, പിന്നെ ഒരു ഇൻ്റർനെറ്റ് ഡിവൈസ്. എന്നിട്ട് അദ്ദേഹം അത് വീണ്ടും ആവർത്തിച്ചു. ഒരു ഐപോഡ്, ഒരു ഫോൺ, ഒരു ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേറ്റർ. ഐപോഡ്, ഫോണ്, ഇൻ്റർനെറ്റ്. പതിയെ കാണികൾക്കത് മനസ്സിലായി. ഇത് 3 പ്രോഡക്റ്റ് അല്ല, ഇവ ഒന്നാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇതൊരൊറ്റ ഡിവൈസാണ്, ഞങ്ങൾ ഇതിനെ ഐഫോൺ എന്ന് വിളിക്കുന്നു. ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം. ആപ്പിൾ അല്ല ഐഫോൺ കണ്ടുപിടിച്ചത്. യാത്രയിലായിരിക്കുമ്പോഴും ഇമെയിലുകൾ ഉപയോഗിക്കാൻ ബിസിനസ്സുകാരെ സഹായിക്കുന്ന ബ്ലാക്ക്ബെറി പോലെയുള്ള ഡിവൈസുകൾ അപ്പോൾ ഉണ്ടായിരുന്നു. ഫിസിക്കൽ കീബോർഡുള്ള ബ്ലാക്ക്ബെറി അന്ന് പ്രിയപ്പെട്ട ഒന്നായിരുന്നു. സാധാരണ ഫോണുകളുടെ ലോകം ഭരിച്ചിരുന്നത് നോക്കിയാണ്. വർഷങ്ങളോളം ഭൂമിയിലെ ഏറ്റവും വലിയ ഫോൺ നിർമ്മാതാക്കൾ നോക്കിയായിരുന്നു. ഈ ഐഫോൺ സ്റ്റേജിൽ എത്തുന്നതിന് മുൻപ് കമ്പനിക്കുള്ളിൽ നടന്ന പോരാട്ടങ്ങൾ ഒരു സിനിമയെ വെല്ലുന്നതാണ്. പ്രോജക്റ്റ് പർപ്പിൾ എന്നായിരുന്നു ആ രഹസ്യ പ്രോജക്റ്റിൻ്റെ പേര്. സ്റ്റൈലസ് എന്ന പ്ലാസ്റ്റിക് പേനയ്ക്ക് പകരം മനുഷ്യൻ്റെ വിരലുകൾ കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന
മൾട്ടി ടച്ച് സ്ക്രീൻ അവർ വികസിപ്പിച്ചെടുത്തു. അതുമാത്രമല്ല, ലോഞ്ച് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് പ്ലാസ്റ്റിക് സ്ക്രീനിൽ പോറൽ വീഴുന്നത് കണ്ട ജോബ്സ് അവസാന നിമിഷം കോർണിംഗ് ഗ്ലാസ് എന്ന കരുത്തുറ്റ ഗ്ലാസ്സിലേക്ക് ഫോണിനെ മാറ്റി. ബാറ്ററിയുടെയും സോഫ്റ്റ്വെയറിൻ്റെയും പരിമിതികളെ അവർ അക്ഷരാർത്ഥത്തിൽ എഞ്ചിനീയറിംഗ് കൊണ്ട് ഓവർകം ചെയ്തു. അപ്പോൾ ആപ്പിൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്തത്? അവർ ആ കീബോർഡ് എടുത്ത് കളഞ്ഞു. ഫോണിൻ്റെ മുൻഭാഗം മുഴുവൻ നിങ്ങളുടെ വിരലുകൾ കൊണ്ട് നേരിട്ട് ടച്ച് ചെയ്യാൻ കഴിയുന്ന ഗ്ലാസ് ആക്കി. സ്റ്റൈലസ് ഇല്ല, ബട്ടൺ ഇല്ല, വെറും ഗ്ലാസും നമ്മുടെ കൈയും. അവിടെ ഉണ്ടായിരുന്ന വമ്പന്മാർ ചിരിച്ചു. ഗ്ലാസ് കീബോർഡ് എന്നത് വെറും ഒരു ഗിമ്മിക്കാണെന്ന് ബ്ലാക്ക്ബെറിക്കാർ കരുതി. നോക്കിയ കരുതിയത് അതൊരു പൊട്ടുന്ന കളിപ്പാട്ടമാണെന്നാണ്. അവരായിരുന്നു അവിടുത്തെ വിദഗ്ധർ, അവരായിരുന്നു മാർക്കറ്റ് ലീഡേഴ്സ്. പക്ഷേ അവരില്ലാതാകാൻ പോവുകയായിരുന്നു. ആ വമ്പന്മാർക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇതാണ്: തങ്ങൾ ഫോൺ ബിസിനസ്സിലാണ് എന്നാണ് അവർ കരുതിയത്. ഫോൺ വിളിക്കാനും സാധിക്കുന്ന ഒരു ചെറിയ കമ്പ്യൂട്ടറാണ് തങ്ങൾ നിർമ്മിക്കുന്നതെന്ന് ആപ്പിളിന് അറിയാമായിരുന്നു. കമ്പ്യൂട്ടറിന് സോഫ്റ്റ്വെയർ ആവശ്യമാണ്. അങ്ങനെ 2008 ഐഫോൺ വന്ന ഒരു വർഷത്തിന് ശേഷം ആപ്പിൾ ആപ്പ് സ്റ്റോർ തുറന്നു വന്നു. ആധുനിക യുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് ഡിസിഷൻസിലൊന്നാണ്. കാരണം ആപ്പിൾ സൈലൻ്റായിട്ട് വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കം നടത്തി. അവർ എല്ലാ ആപ്പുകളും സ്വന്തമായി നിർമ്മിച്ചില്ല. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഡെവലപ്പർമാർക്ക് അത് നിർമ്മിക്കാനായിട്ട് അവർ അനുവദിച്ചു. ഗെയിംസ്, ടൂൾസ്, ബാങ്കിങ് എല്ലാം. ആപ്പിൾ വെറുതെ സ്റ്റോർ മാത്രമാണ്. എന്നിട്ട് ഒരു വിൽപ്പനയിൽ നിന്ന് അവർ വിഹിതം എടുത്തു, ഏകദേശം ഒരു 30%. അതെന്താണെന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. ആപ്പിൾ ഒരു വലിയ ഷോപ്പിംഗ് മാൾ ഉണ്ടാക്കി. ലോകത്തിലുള്ള എല്ലാവരെയും അവിടെ കട തുറക്കാൻ ക്ഷണിച്ചു. എന്നിട്ട് സ്വയം ഉൽപ്പന്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഓരോ ഇടപാടിൽ നിന്നും അവർ ഒരു കമ്മീഷൻ എടുക്കാൻ തുടങ്ങി. 2003 ആ മ്യൂസിക് സ്റ്റോർ തന്ത്രം അവർ ലോകം മുഴുവൻ സോഫ്റ്റ്വെയർ വ്യവസ്ഥയിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. നോക്കിയ തകർന്നു, ബ്ലാക്ക്ബെറി തകർന്നു. രണ്ടും വലിയ വമ്പന്മാരായിരുന്നു. ഇന്ന് നമ്മുടെ പോക്കറ്റിലുള്ള ഫോണുകളിൽ നിന്ന് അവർ പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായി. അവരുടെ ഫോൺ പ്രവർത്തിക്കാത്തതുകൊണ്ടല്ല, മറിച്ച് ആപ്പിൾ ഒരു എക്കോസിസ്റ്റം നിർമ്മിക്കുമ്പോൾ അവർ ഫോണുകൾ മാത്രം വിൽക്കുകയായിരുന്നു. എന്നാൽ ഐഫോൺ ഇറങ്ങിയ അധികം വൈകാതെ തന്നെ അടുത്ത യുദ്ധം വന്നു: ആൻഡ്രോയിഡ്. ഗൂഗിൾ സ്വന്തമായിട്ട് ആൻഡ്രോയിഡ് ഇറക്കിയപ്പോൾ ജോബ്സിന് ഭയങ്കര ദേഷ്യം വന്നു. കാരണം ആപ്പിളിൻ്റെ ആശയങ്ങൾ അവർ കോപ്പി അടിച്ചിരിക്കുന്നു എന്ന് ജോബ്സ് പറഞ്ഞു. എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ ഇതിനെതിരെ പോരാടും. ആപ്പിളിൻ്റെ ബാങ്ക് അക്കൗണ്ടിലുള്ള $40 ബില്യൺ മുഴുവൻ ചിലവാക്കേണ്ടി വന്നാലും ഞാൻ ഇതിനെ ഇല്ലാതാക്കും. കാരണം ഇതൊരു മോഷ്ടിക്കപ്പെട്ട പ്രോഡക്റ്റാണ്. ഞാൻ ആൻഡ്രോയിഡിനെതിരെ ഒരു തെർമോ ന്യൂക്ലിയർ യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. ജോബ്സ് അന്ന് പറഞ്ഞ വാക്കിതാണ്. സാംസങ്ങുമായിട്ടുള്ള നീണ്ട പേറ്റന്റ് യുദ്ധങ്ങളുടെ തുടക്കം അവിടെ നിന്നാണ്. തുടർന്ന് 2010 ആപ്പിൾ ഐപാഡ് ഇറക്കി. ടച്ച് ചെയ്യുന്ന ഗ്ലാസും ഒരുപാട് ആപ്പുകളും എന്ന ആശയത്തെ ഒരു വലിയ സ്ക്രീനിലേക്ക് അവർ വ്യാപിപ്പിച്ചു. അതുവഴി ആധുനിക ടാബ്ലറ്റ് മാർക്കറ്റ് അവർ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്തു. അവിടെ ഒരു പുതിയ ബിസിനസ് ഉണ്ടാക്കി. ഈ സമയം ആയപ്പോഴേക്കും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാണ്. ഐപോഡ്, ഐഫോൺ, ഐപാഡ് ഇവയെല്ലാം മനോഹരമായ ഉൽപ്പന്നങ്ങളാണ്. പക്ഷെ അതുമാത്രമല്ല, എളുപ്പത്തിൽ പുറത്തു പോകാൻ കഴിയാത്തൊരു എക്കോ സിസ്റ്റത്തിലേക്കുള്ള വാതിൽ കൂടിയാണത്. നിങ്ങളുടെ പാട്ടുകൾ, ആപ്പുകൾ, ഫോട്ടോകൾ, ശീലങ്ങൾ എല്ലാം ആപ്പിളിൻ്റെ മതിലുകൾക്കുള്ളിലാണ് ജീവിക്കുന്നത്. അതായത് ബാങ്ക്രപ്റ്റ് ആകേണ്ടിയിരുന്ന കമ്പനി എന്നതിൽ നിന്നും മനുഷ്യർ എങ്ങനെ ആശയവിനിമയം നടത്തുന്നു എന്ന് തീരുമാനിക്കുന്ന ഒരു കമ്പനിയായി ആപ്പിൾ മാറി. എന്നാൽ ഇതുപോലും ആയിരുന്നില്ല അവരുടെ ഏറ്റവും വലിയ ഉയരം. കാരണം പുതിയൊരു മനുഷ്യൻ ഇനി ചുമതലയേൽക്കാൻ പോവുകയാണ്. ഒരു ഷോമാനല്ല, ഒരു കണ്ടുപിടുത്തക്കാരനല്ല. എന്നാൽ ആപ്പിളിൻ്റെ തലപ്പത്ത് ഇതുവരെ ഇല്ലാതിരുന്നവരാണ്. മെഷീനുകൾക്ക് പിന്നിലെ മെഷീനുകളെ നിയന്ത്രിക്കുന്ന മാസ്റ്റർ. 2011 സ്റ്റീവ് ജോബ്സിൻ്റെ മരണം ലോകത്തെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയിരുന്നു. 2004 അദ്ദേഹത്തിന് ക്യാൻസർ വന്നിരുന്നു. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രത്തെ ആദ്യം തള്ളിക്കളഞ്ഞ അദ്ദേഹം ഇതര ചികിത്സാ രീതികളിലൂടെ രോഗം മാറ്റാൻ നോക്കിയതും പിന്നീട് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതും വളരെ വലിയ വാർത്തയായിരുന്നു. ഒടുവിൽ ആ മനുഷ്യൻ മരണത്തിന് കീഴടങ്ങിയപ്പോൾ ആപ്പിൾ ഇനി എന്ത് ചെയ്യുമെന്നായിരുന്നു എല്ലാവരുടെയും സംശയം. 90കളിൽ ജോബ്സ് ഇല്ലാത്തപ്പോൾ ആപ്പിളിന് പറ്റിയ അബദ്ധം വീണ്ടും വരുമോ, ആപ്പിൾ വീണ്ടും നശിക്കുമോ എന്ന് എല്ലാവരും ഭയപ്പെട്ടു. ആ സിംഹാസനം ഏറ്റെടുത്ത ടിം കുക്കിനെ ആളുകൾ വെറും ഒരു ലോജിസ്റ്റിക്സുകാരനായിട്ട് വില കുറച്ച് കണ്ടു. അയാൾ വെറും ഒരു സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ അറിയാവുന്ന ഒരു ടെക്നിക്കലായിട്ട് ആ കാര്യത്തിൽ മാത്രം അറിവുള്ള ആളാണെന്ന് പലരും പറഞ്ഞു. ജോബ്സിൻ്റെ മാജിക്കൊക്കെ തീർന്നു. പക്ഷേ അവർക്ക് തെറ്റി. അത് ബിസിനസ്സിലെ ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നാണ്. കുക്ക് എന്താണ് ചെയ്തതെന്നറിയാമോ? അദ്ദേഹം സപ്ലൈ ചെയിൻ എന്നതിനെ ആപ്പിളിൻ്റെ ഏറ്റവും വലിയ ആയുധമാക്കി. ചൈനയിലെ ഫോക്സ്കോൺ പോലെയുള്ള വമ്പൻ ഫാക്ടറികളുമായിട്ട് ചേർന്ന് ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി എന്ന സിസ്റ്റം അദ്ദേഹം നടപ്പിലാക്കി. അതായത് ഗോഡൗണുകളിൽ സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നില്ല, നിർമ്മിക്കുന്ന അന്ന് തന്നെ അത് വിറ്റുപോകും. ഉത്സവ സീസണുകളിൽ ലോകത്തുള്ള എയർക്രാഫ്റ്റ്, കാർഗോ വിമാനങ്ങൾ മുഴുവൻ ആപ്പിൾ മുൻകൂട്ടി ബുക്ക് ചെയ്യും. ഇതോടെ എതിരാളികൾക്ക് അവരുടെ സാധനങ്ങൾ കയറ്റി അയക്കാൻ വിമാനങ്ങൾ കിട്ടില്ല. മാർക്കറ്റിലുള്ള ഘടകങ്ങൾ മുഴുവൻ കോടിക്കണക്കിന് ഡോളർ കൊടുത്ത് മുൻകൂട്ടി വാങ്ങി എതിരാളികളെ പട്ടിണിക്കിടുന്ന കുക്കിൻ്റെ തന്ത്രം ആപ്പിളിനെ അത് തോൽപ്പിക്കാൻ കഴിയാത്തൊരു സാമ്രാജ്യമാക്കി മാറ്റി. ഉൽപ്പന്നങ്ങൾ ആളുകൾക്ക് വേണമെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ജോബ്സ് പ്രവർത്തിച്ചത്. എന്നാൽ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ ലാഭത്തിൽ ദശലക്ഷക്കണക്കിന് ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ആപ്പിളിന് കഴിയുമെന്ന് കുക്ക് ഉറപ്പാക്കി. കുക്കിന് കീഴിൽ സാമ്രാജ്യം വികസിച്ചു.
ആപ്പിൾ വാച്ച് അത് പൂർണ്ണമായി പ്രവർത്തിക്കുന്ന ഒരു ഐഫോണിൽ മാത്രമേ പ്രവർത്തിക്കൂ. എയർപോഡുകളും ഐഫോൺ വേണം. അങ്ങനെ ഏത് ഉപകരണവും ഐഫോണുമായിട്ട് പെയർ ആകണമെന്നും അത്ര എളുപ്പത്തിൽ മറ്റു ഉപകരണങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നും ഉറപ്പുവരുത്തി. പുതിയ ഓരോ പ്രോഡക്റ്റും ആപ്പിൾ എക്കോസിസ്റ്റം എന്ന അടഞ്ഞ സംവിധാനത്തിലെ വാതിലിലെ ഓരോ പൂട്ടുകളായിരുന്നു. എന്നാൽ ടിം കുക്കിൻ്റെ യഥാർത്ഥ മാസ്റ്റർ പീസ് എന്നത് ജോബ്സ് ശ്രദ്ധിക്കാതെ പോയൊരു അപകടം മുൻകൂട്ടി കണ്ടു എന്നുള്ളതാണ്. ഐഫോൺ വിൽപ്പന എക്കാലവും വളരില്ല. എപ്പോഴെങ്കിലും അത് ആവശ്യമുള്ള എല്ലാവരുടെയും കയ്യിൽ എത്തുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഹാർഡ്വെയർ വിൽപ്പന കുറയുമ്പോൾ നിങ്ങൾ എങ്ങനെ വളരും? ഒന്ന്, ഒരേ പ്രോഡക്റ്റിൻ്റെ ഓരോ വെർഷൻ ഇറക്കാം. ഇപ്പോൾ ഐഫോൺ 30, ഐഫോൺ 40, ഐഫോൺ 60 എന്നുള്ള പോലെ ഓരോ വർഷവും അപ്ഗ്രേഡഡ് വെർഷൻ ഇറക്കാം. പഴയത് ആളുകൾ സെക്കൻഡ് ഹാൻഡ് കൊടുക്കുകയോ കുറേ നാൾ കഴിഞ്ഞ് സപ്പോർട്ട് ഇല്ലാത്തപ്പോൾ അത് ഉപേക്ഷിക്കുകയോ ചെയ്യും. പക്ഷേ നമ്മൾ സാധനങ്ങൾ മാത്രം വിൽക്കുന്നത് നിർത്തിയിട്ട് സർവീസ് വിൽക്കാൻ കൊടുക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് മാറി. ആപ്പ് സ്റ്റോറിലെ കമ്മീഷനുകൾ, ഐക്ലൗഡ് സ്റ്റോറേജ്, അതായത് നമ്മുടെ ഫോട്ടോകൾ ഫോണിൽ നിറഞ്ഞാൽ അപ്ലോഡ് ചെയ്തിടാനുള്ള ക്ലൗഡ് സിസ്റ്റം, പിന്നെ ആപ്പിൾ മ്യൂസിക്, ആപ്പിൾ TV, ആപ്പിൾ പേ, പിന്നെ പരസ്യങ്ങൾ, ഒപ്പം ഡിഫോൾട്ട് സെർച്ച് എഞ്ചിനാകാൻ വേണ്ടി ഗൂഗിൾ കൊടുക്കുന്ന പണം. ആപ്പിളിൻ്റെ 2024 സാമ്പത്തിക വർഷം നോക്കിയാൽ ഈ സർവീസ് ബിസിനസ് വഴി ഏകദേശം $96 ബില്യൺ അവർ കൈക്കലാക്കിയത്. ഐഫോൺ എന്ന് പറയുന്ന പ്രോഡക്റ്റ് അല്ലാതെ ആപ്പിളിൻ്റെ മുഴുവൻ ഹാർഡ്വെയർ വിൽപ്പനയേക്കാളും വലുതാണത്. ഐഫോൺ വിൽപ്പന കാര്യമായി വളരാത്ത സമയത്ത് പോലും 13% നിരക്കിലാണ് ഇവരുടെ ഈ സർവീസുകൾ വളർന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഖ്യ ഇതാണ്. സർവീസുകളിൽ നിന്നുള്ള ഗ്രോസ് മാർജിൻ ഏകദേശം 74% വരും. അതായത് അവർ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിൽ നിന്ന് ലഭിക്കുന്ന മാർജിൻ്റെ ഇരട്ടിയോളം. അങ്ങനെ ഒരു ലോജിസ്റ്റിക്സുകാരനായ ടിം കുക്ക് സൈലൻ്റ് ആയിട്ട് ആപ്പിളിന് ഒരു സെക്കൻഡ് എഞ്ചിൻ ഉണ്ടാക്കി. ഹാർഡ്വെയറുകളേക്കാൾ കൂടുതൽ ലാഭകരമായിട്ടുള്ളതും ആളുകൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാതെ എക്കാലവും അവരിൽ നിന്ന് പണം കിട്ടുന്നതുമായിട്ടുള്ള എഞ്ചിൻ. ആദ്യത്തെ തവണ ആപ്പിൾ നിങ്ങൾക്കൊരു ഡിവൈസ് വിൽക്കുന്നു. രണ്ടാമത്തെ തവണ അവർ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിൽക്കുന്നു. അതിനുള്ളിൽ ട്രാപ്പായി എല്ലാ മാസവും നിങ്ങൾ പണം കൊടുത്തുകൊണ്ടേയിരിക്കും. ഈ സാമ്രാജ്യത്തെ ഒന്നിച്ചു നിർത്തുന്ന ചില അദൃശ്യ ചങ്ങലകളുണ്ട്. അതിനെയാണ് നമ്മൾ എക്കോ സിസ്റ്റം ലോക്കിൻ എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ഐഫോണിൽ കോപ്പി ചെയ്യുന്നൊരു വാചകം യാതൊരു കണക്ഷനും ഇല്ലാതെ തന്നെ നിങ്ങളുടെ മാക്ബുക്കിൽ പേസ്റ്റ് ചെയ്യാൻ കഴിയും. യൂണിവേഴ്സൽ ക്ലിപ്പ് ബോർഡ് എന്ന് പറയും. പിന്നെ എയർ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുക, ആപ്പിൾ വാച്ച്, ഹാൻഡ് ഓഫ് തുടങ്ങി എല്ലാം പരസ്പരം സംസാരിക്കുന്ന ഒരു മാന്ത്രിക ലോകം അവരുണ്ടാക്കി. സോ ഇതിൽ നിന്ന് പുറത്തു പോകുക എന്ന് പറയുന്ന യൂസേഴ്സിന് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇതിനൊപ്പം അവർ വലിയൊരു ആയുധം കൂടി പുറത്തെടുത്തു. ദാറ്റ് ഈസ് പ്രൈവസി. ഗൂഗിളും ഫേസ്ബുക്കും നിങ്ങളുടെ ഡാറ്റ വിറ്റ് പണം ഉണ്ടാക്കുമ്പോൾ ആപ്പിൾ പ്രൈവസിയെ മാർക്കറ്റിംഗ് ടൂളാക്കി. ആപ്പ് ട്രാക്കിംഗ് ട്രാൻസ്പാരൻസി എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്ന് ആപ്പിൾ ഒറ്റയടിക്ക് മെറ്റയുടെ പരസ്യ വരുമാനത്തിൽ ബില്യൺ കണക്കിന് ഡോളറിൻ്റെ ഇടിവുണ്ടാക്കി. ഡാറ്റ പ്രോസസ്സിംഗ് മുഴുവൻ ഡിവൈസിൽ തന്നെ, അതായത് ഓൺ ഡിവൈസിൽ തന്നെ നടത്തി. അങ്ങനെ ഉപഭോക്താക്കളുടെ വിശ്വാസം നേടിയെടുത്തു. ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. തുടർന്ന് 2020 ആർക്കും സാധ്യമല്ലെന്ന് കരുതിയ ഒരു കാര്യം കുക്ക് ചെയ്തു. ആപ്പിൾ സിലിക്കൺ. അതായത് വർഷങ്ങളോളം മാക് കമ്പ്യൂട്ടറുകളുടെ തലച്ചോറായ മെയിൻ പ്രോസസ്സറുകൾ ഇൻ്റൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് ആപ്പിൾ വാങ്ങിച്ചിരുന്നത്. ഇൻ്റലിൻ്റെ പ്രോസസ്സറുകൾ അമിതമായി ചൂടാവുകയും പെർഫോമൻസ് കുറയുകയും ചെയ്തപ്പോൾ ARM ആർക്കിടെക്ചർ ഉപയോഗിച്ച് ആപ്പിൾ സ്വന്തമായി M1 ചിപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആ ചിപ്പുകൾ അതിശയകരമായിരുന്നു. കുറഞ്ഞ ബാറ്ററി യൂസിൽ ഇത്രയും വലിയ പെർഫോമൻസ് നൽകുന്ന വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ചിപ്പുകളാണ്. കമ്പ്യൂട്ടർ ലോകത്ത് ഇൻ്റലിൻ്റെ ആധിപത്യത്തെ തകർത്തെറിഞ്ഞൊരു സംഭവമാണ്. തന്ത്രപരമായി നോക്കിയാൽ ഇതിൻ്റെ പ്രാധാന്യം എന്താ? കാരണം തങ്ങളുടെ കമ്പ്യൂട്ടറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിന് വേണ്ടി മറ്റൊരാളെ ആശ്രയിക്കുന്നത് ആപ്പിൾ അവസാനിപ്പിച്ചു. ചിപ്പ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, സ്റ്റോറി എല്ലാം ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലാണ്. മുകളിൽ നിന്ന് താഴെ വരെയുള്ള ഒരു എതിരാളിക്ക് നുഴഞ്ഞു കയറാൻ ഒരിടത്തും ഒരു ഗ്യാപ്പ് കൊടുക്കാത്ത സംവിധാനം. എന്നാൽ ഇതിനിടയിലും ആപ്പിൾ സാധാരണ മനുഷ്യർ ഉണ്ടാക്കുന്ന കമ്പനികൾ പോലെയാണ് എന്ന് തെളിയിക്കുന്ന ചില പരാജയങ്ങൾ കാണാൻ പറ്റും. എത്ര ശ്രമിച്ചും ശരിയാകാതെ അവസാനം ഉപേക്ഷിക്കേണ്ടി വന്ന ബട്ടർഫ്ലൈ കീബോർഡ്, പരാജയപ്പെട്ട ടച്ച് ബാർ, ചാർജിംഗ് പാഡായിട്ടുള്ള എയർ പവർ, വഴിതെറ്റിച്ച ആപ്പിൾ മാപ്സ്, ഇവയെല്ലാം ആപ്പിളിന് തെറ്റുകൾ പറ്റാമെന്നതിൻ്റെ തെളിവാണ്. ഈ സമയമായപ്പോഴേക്കും ചരിത്രത്തിൽ ആദ്യമായി $1 ട്രില്യൺ മൂല്യമുള്ള കമ്പനിയായിട്ട് ആപ്പിൾ മാറി. പിന്നെ 2 ട്രില്യൺ, പിന്നെ 3. 80കളിൽ വിൽക്കാനാകാതെ എടുത്ത് കളഞ്ഞ കുപ്പത്തൊട്ടിയിൽ നിന്ന് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വാല്യുവേഷനുള്ള കമ്പനിയായിട്ട് അവർ മാറിയിട്ടുണ്ട്. ഓരോ സാമ്രാജ്യവും അതിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ പുതിയ ശത്രുക്കളെ ആകർഷിക്കും. ആപ്പിളിൻ്റെ കോട്ട പൂട്ടിവെച്ചിരിക്കുന്ന മനോഹരമായ എക്കോസിസ്റ്റമാണ്. ഇതിപ്പോൾ പല കോണുകളിൽ നിന്ന് ഒരേ സമയം ആക്രമിക്കപ്പെടുന്നുണ്ട്. ബുദ്ധിപരമായിട്ടുള്ള സത്യസന്ധതയുടെ ആ വിള്ളലുകളിലേക്ക് നമ്മൾ നോക്കണം. ഒന്നാമത്തെ ചലഞ്ച് 30% ആണ്. ആപ്പിളിന് ബില്യൺ കണക്കിന് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ആപ്പ് സ്റ്റോർ കമ്മീഷൻ. പല പ്രമുഖരും അതൊരു അനീതിയാണെന്ന് കരുതുന്നുണ്ട്. 2020 ഫോർട്ട്നൈറ്റ് എന്ന ഗെയിമിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള എപ്പിക് ഗെയിംസ് എന്ന കമ്പനി ബോധപൂർവം ആപ്പിളിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് ട്രാൻസാക്ഷനുള്ള സംവിധാനം ഉണ്ടാക്കി. സോ ആപ്പിളിന് കൊടുക്കേണ്ട വിഹിതം ഒഴിവാക്കാൻ അവർ ആപ്പിൽ നേരിട്ട് പേയ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവന്നു. ആപ്പിൾ അവരെ സ്റ്റോറിൽ നിന്ന് എടുത്ത് കളഞ്ഞു.
എപ്പിക്ക് കേസ് കൊടുത്തു. ആപ്പിളിൻ്റെ തന്നെ പ്രശസ്തമായ 9084 പരസ്യത്തെ പരിഹസിച്ചുകൊണ്ട് അവർ ഒരു പരസ്യം വരെ അങ്ങനെ ചെയ്തു. ഇത്തവണ ആപ്പിളിനെ ബിഗ് ബ്രദർ വില്ലനായിട്ടാണ് അവർ കാണിച്ചത്. ഒരിക്കൽ പൊരുതിയ ആ വിമതൻ ഇന്ന് സാമ്രാജ്യമായി തന്നെ മാറിയിരിക്കുകയാണ്. ഇതെൻ്റെ അഭിപ്രായമല്ല, എപ്പിക്കിൻ്റെ മുഴുവൻ ലീഗൽ ആൻഡ് മാർക്കറ്റിംഗ് തന്ത്രവും അതുതന്നെയായിരുന്നു എന്ന് പറയാം. കോടതിയുടെ തീരുമാനം മിക്സഡായിരുന്നു. ആപ്പിൾ മിക്ക കാര്യത്തിലും വിജയിച്ചുവെങ്കിലും അവർ നിയന്ത്രണങ്ങൾ കുറയ്ക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. പണമടയ്ക്കാൻ മറ്റ് വഴികളുണ്ടെന്ന് ഉപഭോക്താക്കളെ അറിയിക്കാൻ ഡെവലപ്പർമാരെ അനുവദിക്കുക. അത് ആ കോട്ടയിലുള്ള വലിയ വിള്ളലാണ്. രണ്ടാമത്തേതാണ് ഗവൺമെൻറ്. യൂറോപ്പിൽ ഡിജിറ്റൽ മാർക്കറ്റ്സ് ആക്ട് എന്നൊരു നിയമമുണ്ട്. അത് ഐഫോണിൽ മറ്റ് ആപ്പ് സ്റ്റോറുകളും പേയ്മെൻറ്റ് സിസ്റ്റങ്ങളും അനുവദിക്കാൻ ആപ്പിളിനെ നിർബന്ധിക്കുന്നുണ്ട്. ഇന്ത്യയിലും നമ്മുടെ കോമ്പറ്റീഷൻ കമ്മീഷൻ ആപ്പിളിൻ്റെ ഇക്കോസിസ്റ്റത്തിന്മേലുള്ള നിയന്ത്രണങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. ആപ്പിളിനെ ഇത്രത്തോളം ലാഭകരമാക്കുന്ന കാര്യം ആ ഗേറ്റിൻ്റെ പൂർണ്ണ കൺട്രോൾ അതുതന്നെയാണ് ലോകമെമ്പാടുമുള്ള ഗവൺമെൻറ്റുകൾ ഇപ്പോൾ തുറക്കാൻ ശ്രമിക്കുന്നത്. മൂന്നാമത്തെ ചലഞ്ചാണ് ചൈന. മിക്ക ആളുകളും ഒരിക്കലും ചിന്തിക്കാത്തൊരു ആശ്രയത്വമാണിത്. ഐഫോണുകളിൽ ഭൂരിഭാഗവും നിർമ്മിക്കുന്ന ചൈനയിലാണ്. അത് ആപ്പിളിന് ലോകത്തിലെ ഏറ്റവും മികച്ച ഉൽപ്പാദനക്ഷമത ഉണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയെ പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് സംഘർഷമുള്ള ഒരു രാജ്യവുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. ആ ബന്ധം വഷളായാൽ ആപ്പിളിൻ്റെ മുഴുവൻ ഫിസിക്കൽ എഞ്ചിനും അപകടത്തിലാവും. ഇന്ത്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നിർമ്മാണം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊരു വലിയ പ്രശ്നമാണ്. നാലാമത്തെ ചലഞ്ചാണ് റിപ്പയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ആപ്പിളിൻ്റെ ഈ ലോക്ക് ചെയ്യപ്പെട്ട ഡിസൈൻ നിങ്ങൾക്ക് വലിയൊരു ബാധ്യതയാണ്. പുറത്തു നിന്നുള്ള റിപ്പയറുകൾ വളരെ ബുദ്ധിമുട്ടാണ്. പാർട്സുകൾ കൺട്രോൾഡാണ്. നിങ്ങൾക്ക് സ്വന്തമായി ഡിവൈസുകൾ റിപ്പയർ ചെയ്യുന്നത് ആപ്പിൾ ബോധപൂർവം ബുദ്ധിമുട്ടുള്ളതും ചിലവുള്ളതുമാക്കുന്നു എന്ന് വിമർശകർ പറയുന്നുണ്ട്. പുതിയതൊന്ന് വാങ്ങാൻ നിർബന്ധിക്കുകയാണ് അവർ ചെയ്യുന്നത്. റൈറ്റ് ടു റിപ്പയർ എന്ന പേരിൽ അതിനെതിരെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പല നിയമങ്ങളുമുണ്ട്. എന്നാൽ അഞ്ചാമത്തെ വെല്ലുവിളിയാണ് ഏറ്റവും വലുത്, ബാക്കിയുള്ളതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. ദാറ്റ് ഈസ് AI. 25 വർഷമായി ഒരു ഡിവൈസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ആപ്പിളിൻ്റെ ശക്തി, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഉപകരണം. എന്നാൽ AI ശ്രദ്ധ ഡിവൈസിൽ നിന്ന് ബുദ്ധിയിലേക്ക് മാറ്റി. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും നിങ്ങളുടെ ചിന്തകളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു അസിസ്റ്റൻ്റാണ് വലുതെന്നാക്കി. എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും സത്യസന്ധവും അസ്വസ്ഥാജനകവുമായിട്ടുള്ളൊരു കാര്യം, ഇതുവരെ AI യുദ്ധത്തിൽ ആപ്പിൾ മുന്നിലല്ല. മറ്റ് കമ്പനികൾ കൂടുതൽ വേഗത്തിൽ മുന്നേറുന്നുണ്ട്. ഈ ചലഞ്ചസിനിടയിൽ പുതിയ പരീക്ഷണങ്ങളുമായിട്ട് ആപ്പിൾ വരുന്നുണ്ട്. ഇപ്പോൾ വിഷൻ പ്രോ, സ്പേഷ്യൽ കമ്പ്യൂട്ടിംഗ് എന്ന പേരിലൊക്കെ അവർ അവതരിപ്പിച്ച ഹെഡ്സെറ്റ് വാണിജ്യപരമായിട്ട് വിജയകരമാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. എങ്കിലും ടിം കുക്ക് ഏകദേശം പടിയിറങ്ങിയ സമയത്ത് ആപ്പിളിൻ്റെ ഭാവിയെക്കുറിച്ച് വലിയ പന്തയങ്ങൾ നിൽക്കുന്നുണ്ട്. ആപ്പിൾ ഇൻ്റലിജൻസിനെ കുറിച്ചുകൂടി പറയാം. എയുടെ കാര്യത്തിൽ ആപ്പിൾ ശരിക്കും പുറകിലായിരുന്നു. ഓപ്പൺ AI, ഗൂഗിൾ, ക്ലോഡ്, മൈക്രോസോഫ്റ്റ് എന്നിവർ കുതിച്ചു പാഞ്ഞപ്പോൾ ആപ്പിൾ സൈലൻ്റ് ആയിരുന്നു. ഒടുവിൽ അവർ ChatGPTയുമായിട്ട് പങ്കാളിത്തം ഉണ്ടാക്കി ഡാറ്റയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന പ്രൈവറ്റ് ക്ലൗഡ് കമ്പ്യൂട്ട് വഴി അവർ കളത്തിലേക്ക് വരികയാണ്. അതുപോലെ ആധുനിക AI അടിസ്ഥാനമാക്കി തങ്ങളുടെ സിരി അസിസ്റ്റൻറ്റിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മാറ്റങ്ങൾ അതിനേക്കാൾ വളരെ വ്യത്യസ്തമാണ്. അവർ ഏത് സാഹചര്യത്തിലും അവർക്ക് പണമുണ്ടാകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഗ്യാപ്പ് കണ്ടെത്തി തകരുന്ന കമ്പനിയെ പിടിച്ച് അതിനെ റീബിൽഡ് ചെയ്ത് കടന്നു വരുമെന്നുള്ളത് വളരെ ഉറപ്പുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ആപ്പിളിൻ്റെ വിജയം, ആപ്പിളിൻ്റെ ഈ ഒരു ബിസിനസ് പ്രശസ്തിയും ആപ്പിളിൻ്റെ ഈ ഒരു ബ്രാൻഡ് വാല്യൂവും ഒക്കെ തന്നെ കൃത്യമായിട്ട് ക്രാഫ്റ്റ് ചെയ്തതും പല സാഹചര്യങ്ങളും അവർക്കനുസരിച്ച് ഉയർന്നു വന്നതുമാണെന്ന് കാണാം. സോ ഇനിയിപ്പോൾ ആരാണോ ആപ്പിളിനെ നയിക്കാൻ പോകുന്നത്, അവരുടെ ബുദ്ധിയിലൂടെ മറ്റൊരു ലോകത്തേക്ക് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയും അതിൻ്റെ ബ്രാൻഡ് വാല്യൂവും ഉയരുന്നതായിട്ട് കാണാം. എന്തായാലും ആപ്പിളിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു കോഴ്സ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു കമ്മ്യൂണിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. രണ്ടിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെയുള്ള ലിങ്ക് നോക്കാം. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.